നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യം മടങ്ങുന്നു. മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാനുള്ള ധാരണയിൽ എത്തിയിരിക്കുകയാണ്. തീരുമാനം ദില്ലിയിൽ ചേർന്ന കോർ ഗ്രൂപ്പ് യോഗത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തെ മാലിദ്വീപിൽ നിന്നും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടന്നിരുന്നു. യോഗത്തിന് ശേഷം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് മാലിദ്വീപിൽ നിന്നും 2 ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവും പ്രവർത്തിക്കുന്നത് തുടരുമെന്നും സൈന്യത്തെ പിൻവലിക്കുമെന്നുമാണ്. മാലിദ്വീപിലുണ്ടായിരുന്നത് 88 പേരടങ്ങുന്ന ഇന്ത്യൻ സൈന്യമായിരുന്നു. മാലിദ്വീപ് സർക്കാർ ഉന്നയിക്കുന്ന വാദം രാജ്യത്ത് വിദേശ സൈന്യമില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഇത്തരത്തിലൊരു പിൻവലിക്കൽ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ്. ഇന്ത്യൻ സൈനികർ മെയ് 10 രാജ്യത്തു നിന്നും മടങ്ങും. സൈനിക പിന്മാറ്റത്തെക്കുറിച്ച് ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നില്ല. കോർ ഗ്രൂപ്പിന്റെ അടുത്ത യോഗം മാലിദ്വീപിലായിരിക്കും നടക്കുന്നത്. ഉന്നതതല യോഗത്തിന് ശേഷം പുറത്തിറക്കിയ മാലിദ്വീപിന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസിലായിരുന്നു ഇന്നലെ ചർച്ച നടന്നത്. ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയായിരുന്നു ഇന്നലെ നടന്നത്. ആദ്യ ചർച്ച ജനുവരി 14 നടന്നത്. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ ചൈന സന്ദർശനത്തിന് പിന്നാലെയാണ് സൈന്യത്തെ പിൻവലിക്കാനുള്ള യോഗങ്ങളും നടപടികളും തുടങ്ങിയത്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള മുയൂസുവിന്റെ ആദ്യ ചൈന സന്ദർശനമായിരുന്നു കഴിഞ്ഞ മാസം നടന്നത്. പ്രസിഡന്റ് ആയതിനു പിന്നാലെ മുയൂസുവിന്റെ ഇന്ത്യ വിരുദ്ധതയും ചൈനയോടുള്ള താല്പര്യവും പ്രകടമാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കുറച്ച് മാസങ്ങളായി മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ കുറെ ഉലച്ചിൽ സംഭവിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതും അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചതും അതിന് പിന്നാലെ അതിനെ വിമർശിച്ച് മാലിദ്വീപിലെ മന്ത്രിമാർ രംഗത്ത് വന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിള്ളൽ വീഴാൻ കാരണമായി. യുവജന വകുപ്പ് മന്ത്രി മറിയം ഷിവൂനെയാണ് മോദിക്കെതിരെ മോശം പരാമർശം നടത്തിയത്. പരാമർശം വിവാദമായതിന് പിന്നാലെ ട്വീറ്റുകൾ മന്ത്രി നീക്കിയിരുന്നു. മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടേത് സർക്കാരിന്റെ അഭിപ്രായമല്ല എന്ന് മാലിദ്വീപ് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് മാലിദ്വീപ് യുവജന വകുപ്പ് സഹമന്ത്രി മറിയം ഷിവൂന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയത്. ലക്ഷദ്വീപിനെ മാലിദ്വീപിനോട് ഉപമിക്കുന്നതിനെതിരായ പോസ്റ്റുകളും മന്ത്രി പങ്കുവച്ചിരുന്നു. മാലിദ്വീപിലെ ഒരു എംപിയും സമാന രീതിയിൽ പരാമർശം നടത്തിയിരുന്നു. ഈ പരാമർശങ്ങൾ വലിയ വിവാദമായി. സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമുയർന്നു. മാലിദ്വീപിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയാണ് ഭരണകൂടത്തെ ഔദ്യോഗികമായ അതൃപ്തി അറിയിച്ചത്. തുടർന്നാണ് മന്ത്രിയുടെ പരാമർശം തള്ളി മാലിദ്വീപ് പ്രസ്താവന ഇറക്കിയത്. മന്ത്രിയുടെ പരാമർശം സർക്കാരിന്റെ അഭിപ്രായമല്ല. പ്രസ്താവനകൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതോ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നതോ ആകരുത്. അപകീർത്തികരമായ പരാമർശം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കില്ല എന്നതടക്കം മാലിദ്വീപ് പ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നു. എന്തായാലും മാലിദ്വീപുമായി ഇപ്പോൾ ഇന്ത്യക്കുള്ള ബന്ധം അത്ര സുഖകരമല്ല എന്ന് തന്നെയാണ് സമീപകാല സംഭവ വികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ സഹായം ഇന്ത്യ നൽകിയിരുന്ന സഹായം, മാലിദ്വീപിന് നൽകിയിരുന്ന സഹായം വെട്ടിക്കുറയ്ക്കുന്ന ഒരു നടപടിയൊക്കെ ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞു. അത് മാലിദ്വീപ് എന്ന രാജ്യത്തിന് മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങൾക്കും കൂടി ഈ കഴിഞ്ഞ ബജറ്റ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് സഹായം വെട്ടിക്കുറച്ചു എന്ന കാര്യം. മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം മാലിദ്വീപിലെ ടൂറിസം മേഖലയിലും വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടാകുന്നു എന്നത് അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.